സ്നേഹമുള്ളവർ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോയൽ പിസ്സ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കും. ഇത് ഫ്രോസൺ ചക്കയൊക്കെ ഉണ്ട്. ഞാൻ ചക്ക കഴിഞ്ഞ വർഷത്തെ ചക്ക എടുത്ത് വെച്ചാണ് ഈ ചക്കയുടെ ഇപ്പോൾ വെള്ളത്തിലിട്ടത്. കുറച്ച് അധികം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് കാരണം അധികം എടുക്കില്ല. ഇപ്പോൾ വെള്ളത്തിലിട്ടു എന്താ ചെയ്തിട്ട് വെച്ചാൽ ഇനി അടുപ്പ് കത്തിക്കുക, ഗ്യാസ് കത്തിക്കുക. വെള്ളം ചൂടാവട്ടെ കേട്ടോ. അതേപോലെ വെള്ളം തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു നല്ലോണം ഭംഗി ഉണ്ടാവുള്ളൂ. മഞ്ഞളിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, തുള്ളി വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത്. ഇത് നന്നായി തിളക്കട്ടെ, ബോയിലാവട്ടെ. ഈ വെള്ളം നല്ല പോലെ തിളക്കും. ഈ ചക്ക അതിലിടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ചക്ക മത്തിക്കറി. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ചക്ക നോക്കും, ചക്കച്ചുളകൾ നോക്കും. ഇത്ര നല്ല ചക്കച്ചുളകളായിട്ടായിരിക്കണം. ഒരു കേടും ഇല്ല, ഒരു ഇതുമില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ നമ്മളിട്ട് ഞങ്ങളൊക്കെ ഉപ്പേരി ഉണ്ടാക്കുള്ളൂ. തെക്കൻ സൈഡിലൊക്കെ അത് വേവിച്ചിട്ട് മീൻകറിയുടെ കൂടെ കഴിക്കുക. അപ്പോൾ അതേ സാമ്പിളിൽ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളിങ്ങനെ കഴിക്കില്ല. ഞങ്ങൾ കഴിക്കുന്നത് ഉപ്പേരി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ കുറുക്ക് വെച്ചോ എലിശ്ശേരി വെച്ചൊക്കെ കഴിക്കുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ സമ്പ്രദായത്തിൽ നിങ്ങളുടെ പോലെ വയ്ക്കുകയാണ്. തെക്കൻ സൈഡിലുള്ളവർ ചെയ്യണ പോലെ കേട്ടോ. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചിട്ട് ചക്ക വേവിക്കാനാണ് പോകുന്നത് കേട്ടോ. തിളച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചക്കച്ചുളകൾ നോക്കും കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക വേവിച്ചതായി നമുക്ക് കഴിക്കാം. നല്ല പോലെ തിളച്ചുകൊണ്ട് നല്ല പോലെ തിളക്കട്ടെ. ഇപ്പോൾ ഇതിൽ എരിവും മുളകും ഒന്നും ഇടണ്ട. ഞാൻ വെറുതെ ഇതാ നോക്കൂ, നല്ല പോലെ വെന്തു. ഇത് ചക്കയുടെ സ്വാദമൊന്ന് വേറെയാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റാട്ടെ ചക്കയ്ക്ക്. ചക്ക വേവിച്ചത് നല്ല ടേസ്റ്റുള്ള ചാളക്കറിയാണ്. അത് മുളകിട്ട് വെച്ചതാണ്. തേങ്ങയൊന്നും ചേർത്തില്ല. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ കറി എല്ലാം വെച്ചാണ്. ഇത് മറ്റേ സൈഡിലുള്ളത് ഫിഷ് കറി അതെ, അതും കൂടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാകട്ടെ. ഈ സലാഡൊന്ന് കഴിക്കാം കേട്ടോ. ഇത് വെറും പ്ലെയിൻ ക്യാപ്സിക്കം കേട്ടോ, ഒന്നും ചേർത്തില്ല. ചൂടാണ്. നോക്കൂ, നല്ല ചക്കച്ചുളകൾ കേട്ടോ, നല്ല ടേസ്റ്റ്. ഫിഷ് എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പം നോക്കട്ടെ. നല്ല സ്വാദം, വളരെ നല്ലതാട്ടോ. നല്ല സ്വാദുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ നോക്കൂ. ഇനി ഇക്കൊല്ലം മുതൽ നിങ്ങളെല്ലാവരും ചക്ക മാങ്ങ എല്ലാം ഫ്രീസറിൽ വെക്കും. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം, ചക്ക വേവിച്ചത് ഉണ്ടാക്കാം, ചക്ക പുഴുക്കുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. മീനിൻ്റെ കൂടെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.